ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 13-ാമത്തെ അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം അർജുനൻ പറയുന്നതാണ്. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹേ കേശവ, പ്രകൃതിം പ്രകൃതി, പുരുഷം ച ഏവ പുരുഷൻ, ക്ഷേത്രം ക്ഷേത്രം, ക്ഷേത്രജ്ഞം ഏവ ക്ഷേത്രജ്ഞൻ, ജ്ഞാനം അതായത് ജ്ഞാനം തന്നെ, അറിവ്, ജ്ഞേയം ച ജ്ഞേയം അതായത് ജ്ഞേയം, ഏതത് ഇതിനെയെല്ലാം പറ്റി, വേദിതും അറിയുവാൻ, ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. അർജുനൻ അടുത്ത ഒരു വിഷയം ഭഗവാനോട് ചോദിക്കുകയാണ്. ഹേ കേശവ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നിവയെപ്പറ്റി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞു തന്നാലും. ഇതാണ് അർജുനൻ്റെ ചോദ്യം. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ചില സംജ്ഞകളാണിത്. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവ എന്താണ്? ഇവയെപ്പറ്റിയെല്ലാം അറിയുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. പ്രകൃതി നമുക്കറിയാം. നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രകൃതി തന്നെ, ഈ പ്രപഞ്ചം തന്നെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ, ഈശ്വരൻ എന്നർത്ഥം. അതുപോലെ തന്നെ ക്ഷേത്രം, പ്രവർത്തിക്കുവാനുള്ള മേഖല, ക്ഷേത്രജ്ഞൻ അതിൽ വസിക്കുന്നവൻ, ജ്ഞാനം അറിവ്, ജ്ഞേയം ആ അറിവിലൂടെ എവിടെ എത്തിപ്പെടുന്നുവോ ആ അറിയപ്പെടേണ്ട വസ്തു. ഇവയെല്ലാം എന്താണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഇവയെപ്പറ്റിയെല്ലാം അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് ഈ ശ്ലോകം. അപ്പോൾ അതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടി കൂടി നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹുർ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ ഇപ്രകാരം പറയുന്നു. കൗന്ദേയ, ഹേ കുന്തിപുത്ര, അർജുനനെ വിളിക്കുന്നതാണ്. ഇദം ശരീരം, ഈ ശരീരം, ക്ഷേത്രം ഇതി അഭിധീയതേ, ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. യഹ യാതൊരാൾ, ഏതത് ഇതിനെ, വേത്തി അപ്രകാരം അറിയുന്നുവോ, തം അവനെ, ക്ഷേത്രജ്ഞ ഇതി ക്ഷേത്രജ്ഞനെന്ന്, തദ്വിദഃ അറിവുള്ളവർ, പ്രാഹു പറയുന്നു. ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്. അല്ലയോ കുന്തിപുത്ര,
ഈ ശരീരമാണ് ക്ഷേത്രം. ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. യാതൊരാൾ ഇതിനെ അറിയുന്നുവോ, അതായത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ് എന്ന് അറിയുന്നത് ആരാണോ അവനെ ക്ഷേത്രജ്ഞൻ എന്ന് അറിവുള്ളവർ പറയുന്നു. ഇതാണ് ഭഗവാൻ കൊടുത്ത മറുപടി. അതിന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈ ശരീരമാണ് ക്ഷേത്രമെന്ന് പറയപ്പെടുന്നത്. ക്ഷേത്രം എന്ന വാക്കിനർത്ഥം കർമ്മം ചെയ്യുവാനുള്ള ഉപാധി, സ്ഥലം എന്നാണ്. അതല്ലേ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ യുദ്ധം നടന്ന ആ പ്രദേശമാണ്. അതുപോലെ ശരീരം പ്രവർത്തിക്കുവാനുള്ള ക്ഷേത്രം, ശരീരം ക്ഷേത്രമാണ്. പ്രദേശം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. അതിനെ അപ്രകാരം അറിയുന്നവൻ, അതായത് ഈ ശരീരം തൻ്റെ കർമ്മമേഖലയാണ് എന്നറിയുന്നവനാരോ അയാളാണ് ക്ഷേത്രജ്ഞൻ. അതറിയുന്നവൻ ആരാണ്? ആ ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മാവ് തന്നെയാണ് അറിയുന്നത്. ഈ ശരീരമെന്നത് തനിക്ക് പ്രവർത്തിക്കുവാനുള്ള ക്ഷേത്രമാണ്, അഥവാ പ്രദേശമാണ്, മാധ്യമമാണ് എന്ന് അറിയുന്നവൻ അതിനുള്ളിൽ വസിക്കുന്ന ജീവാത്മാവ് തന്നെയാണ്. അപ്പോൾ ആ ജീവാത്മാവ് തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ശരീരം ക്ഷേത്രമാകുന്നു, അതിൽ വസിക്കുന്ന ജീവാത്മാവ് ക്ഷേത്രജ്ഞനാകുന്നു. ബദ്ധനായ ജീവാത്മാവിൻ്റെ കർമ്മവേദിയാണ് ശരീരം. ഈ ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും പുറപ്പെട്ട് ഒരു ശരീരത്തിൽ വസിക്കുകയാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ബദ്ധനായി കിടക്കുകയാണ്, ഈ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ജീവാത്മാവ്. ആ ശരീരത്തിൽ ബദ്ധനായി കിടക്കുന്ന ജീവാത്മാവിൻ്റെ കർമ്മവേദി, അയാൾക്ക് പ്രവർത്തിക്കാനുള്ള മേഖലയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവാത്മാവ് ഒരേ സമയം ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുകയും, അതായത് ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുകയും അതേസമയം അതിനെ കീഴടക്കി മുക്തനാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ജീവാത്മാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ കെട്ടുപാടിൽ നിന്ന് മുക്തി നേടി പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുകയും അതേസമയം അതിൽ നിന്ന് മുക്തനാവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ജീവാത്മാവ്. ഇവ രണ്ടിനുമുള്ള, ഈ രണ്ട് തരം പ്രവൃത്തികൾക്കുമുള്ള കർമ്മമണ്ഡലമാണ് ശരീരം അഥവാ ക്ഷേത്രം. ഭൗതികതയിൽ മുഴുകാനും അതിൽ നിന്ന് മുക്തി നേടാനും രണ്ടിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ജീവാത്മാവ്. ഈ രണ്ട് തരം പ്രവൃത്തികളും ചെയ്യുന്ന മാധ്യമമാണ് ശരീരം. തനിക്ക് പ്രവർത്തിക്കുവാനുള്ള ക്ഷേത്രമാണ് അഥവാ ഉപാധിയാണ് ഈ ശരീരം എന്ന് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ആ അറിയുന്നവൻ ആരാണ്? അതിൽ വസിക്കുന്ന ജീവാത്മാവ് തന്നെ. അതായത് ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മാവാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ആരാണെന്ന് മനസ്സിലായല്ലോ. ശരീരത്തിന് പരിണാമങ്ങൾ സംഭവിക്കും, എന്നാൽ അതിനെ ധരിക്കുന്ന വ്യക്തി അഥവാ അതിൽ വസിക്കുന്ന ജീവാത്മാവ് അത് മാറ്റമില്ലാത്ത ചൈതന്യമാണ്. ശരീരത്തിന് പരിണാമം സംഭവിക്കും, അതിൽ വസിക്കുന്ന ജീവാത്മാവിന് പരിണാമമില്ല. അതിൽ നിന്നും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഭിന്നരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരീരത്തിന് മാത്രമേ ജീർണത വരികയുള്ളൂ, പ്രായം ബാധകമുള്ളൂ. അതിൽ വസിക്കുന്ന ജീവാത്മാവിന് ജീർണതയുമില്ല, പ്രായപരിധിയുമില്ല. അതാണ് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും അവർ ഭിന്നരാണ് എന്ന് പറയാൻ കാര്യം. തൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട്, ഈ മാറ്റങ്ങളെല്ലാം അറിയുന്നവനാണ് ഈ ക്ഷേത്രജ്ഞൻ
അഥവാ ആത്മാവ് തൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മാറ്റമില്ലാതെ, സ്വയം മാറ്റമില്ലാതെ അതിൽ ജീവാത്മാവ് വസിക്കുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അഥവാ ഈ ശരീരത്തിൻ്റെ ഉടമയാണ് ക്ഷേത്രജ്ഞൻ, അതായത് ജീവാത്മാവ്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി പ്രപഞ്ചത്തെ അറിയുകയും കർമ്മേന്ദ്രിയങ്ങളിൽ കൂടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഈ ക്ഷേത്രജ്ഞനാണ്. ശരീരമെന്ന മാധ്യമം ഉപയോഗിച്ച് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ക്ഷേത്രജ്ഞനാണ്. ശരീരം ഇവ നിർവഹിക്കുവാനുള്ള ഉപാധി മാത്രമാണ്. ശരീരമുള്ള ഏതൊരു ജീവാത്മാവും ക്ഷേത്രജ്ഞനാണ്. ആ ശരീരം ക്ഷേത്രവും. അപ്പോൾ ശരീരം ക്ഷേത്രവും അതിൽ വസിക്കുന്നത് ക്ഷേത്രജ്ഞനുമാകുന്നു. രണ്ടും വ്യത്യസ്തമാണ്. ശരീരത്തിൽ നിന്നും തികച്ചും ഭിന്നനാണ് ജീവസത്ത. പ്രാരബ്ധങ്ങൾ മൂലം അത് ശരീരവുമായി ബന്ധപ്പെട്ട് പോകുന്നു. ഈ ജീവാത്മാവിൻ്റെ പ്രാരബ്ധങ്ങൾ മൂലമാണത് ശരീരവുമായി ബന്ധപ്പെടുന്നത്. നശ്വരമായതാണ് ശരീരം, അതായത് നശിക്കുന്നതാണ്, പരിണാമത്തിന് വിധേയമാകുന്നതാണ് ശരീരം അഥവാ ക്ഷേത്രം. എന്നാൽ അതിൽ വസിക്കുന്ന അനശ്വരമായ ജീവസത്തയാണ് ജീവാത്മാവ്. ഈ തത്വത്തെ അറിയുന്ന, ഇത് ഇപ്രകാരമാണ് എന്ന് അറിയുന്ന ആ ജീവാത്മാവ് തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ക്ഷേത്രമെന്താണ്, ക്ഷേത്രജ്ഞൻ ആരാണ് എന്നാണ് ഭഗവാൻ വിശദീകരിക്കുന്നത്. അർജുനൻ്റെ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾക്കുള്ള ഉത്തരം അടുത്ത ശ്ലോകങ്ങളിൽ ആണ് ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.